ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഞാൻ ഇന്ന് എടുക്കുന്നത് KCS ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഏരിയയാണ്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ഏരിയ. ആ ഏരിയ എന്ന് പറയുന്നത് KCS ആക്ടിലെ ചാപ്റ്റർ 6 ചാപ്റ്റർ 6. ചാപ്റ്റർ 6 പറയുന്നത് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചാണ്. ഇതിനെ കുറിച്ചാണ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നമുക്കറിയാം 1951 RBI അപ്പോയിന്റ് ചെയ്തു. 54 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ഒന്നായിരുന്നു ഏത്? സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. ഇതാണ് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ്. അതായത് ഗവൺമെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇൻ ദ സെൻസ് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പാർട്ട്ണർ ആവണം. മീൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഹരി പങ്കാളിത്തം എടുക്കണം. അതിലൂടെ എന്താവും? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാഗമാകണം ആര്? ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്. ഇതായിരുന്നു ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വന്നിരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് രണ്ട് രീതിയിലാണ് നമ്മളെ KCS ആക്ടും പ്രകാരം ഗവൺമെന്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പും, രണ്ട് ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പും. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആണ് ഏത്? ചാപ്റ്റർ 6. ആ ചാപ്റ്റർ 6 എന്ന് പറയുന്നത് സെക്ഷൻ 42 മുതൽ 54 വരെയുള്ള ഏരിയ ആണ്. 42 മുതൽ 54 വരെയുള്ള ഒരു ഏരിയ ആണ് ഈ സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന സെക്ഷൻസ് ഡീൽ ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് ചാപ്റ്ററുകളെ സംബന്ധിച്ച് ഇതിനുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിന് എന്തില്ല? റൂൾ ഇല്ല. എന്നില്ല, റൂൾ ഇല്ലാത്ത ഒരു ചാപ്റ്റർ ആണ് ഏത്? ചാപ്റ്റർ 6. KCS ആക്ടിലെ ചാപ്റ്റർ 6 എന്ന് പറയുന്നത് ഇതിനെന്തില്ല? റൂൾ ഇല്ല. അപ്പം കവർ ചെയ്യപ്പെടുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 42 മുതൽ ഏതുവരെയാണ്? 54 വരെയുള്ള ഏരിയയാണ് ഏത് കവർ ചെയ്യുന്നത്? സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമ്മൾ കവർ ചെയ്യുന്നു. നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നു. ഫസ്റ്റ് സെക്ഷൻ 42. സെക്ഷൻ 42. അപ്പൊ എന്തിനെ കുറിച്ചാണ് 42 പറയുന്നത്? ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റീസ് ആണ്. എന്താണ്? ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റീസ്. ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് അതെന്താണെന്ന് ഈ സെക്ഷനിൽ വ്യക്തമായിട്ട് പറയുന്നു കൂടിയുണ്ട്. എന്താണ്? ദ ഗവൺമെന്റ് മേ സബ്സ്ക്രൈബ് ഡയറക്ട്ലി ടു ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റിയോടുകൂടി പ്രവർത്തിക്കുന്ന ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഹരികളും ഗവൺമെന്റ് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് വാങ്ങാം, ഡയറക്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഗവൺമെന്റ് മേ സബ്സ്ക്രൈബ് ഡയറക്ട്ലി ടു ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, ലയബിലിറ്റി എന്തായിരിക്കണം? ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കണം. ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ അത് നോക്കിക്കേ, ആരാ വാങ്ങുന്നത്? ഗവൺമെന്റ് ആണ്. എന്താ വാങ്ങുന്നത്? മറ്റ് സംഘത്തിന്റെ അല്ലെങ്കിൽ മറ്റ് സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റൽ ആണ്. കണ്ടീഷൻ എന്താ പറഞ്ഞത്? ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കണം. ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കണം. അതാണ് സെക്ഷൻ 42 സബ്സെക്ഷൻ 1 പറയുന്നത്. ദ ഗവൺമെന്റ് മേ സബ്സ്ക്രൈബ് ഡയറക്ട്ലി ടു ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അതാണ് സെക്ഷൻ 42 സബ്സെക്ഷൻ 1. ഇനി 42 സബ്സെക്ഷൻ 2 പറയുന്നുണ്ട്. 42 സബ്സെക്ഷൻ 2 എന്താണ്? 42 സബ്സെക്ഷൻ 2 പറയും, നോക്കിയേ. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനി എഗ്രിമെന്റ് ടു ദ കോൺട്രറി. ഓക്കെ, ഈ പറയുന്നതിന് വിപരീതമായിട്ട്, കോൺട്രറി ആയിട്ട് എഗ്രിമെന്റ് ഒന്നും ഇല്ല എങ്കിൽ, നമ്മൾ ഈ പറയുന്നതിന് വിപരീതമായിട്ട് ഗവൺമെന്റും ആ സൊസൈറ്റിയും തമ്മിൽ മറ്റ് എഗ്രിമെന്റ് ഒന്നും ഇല്ല എങ്കിൽ, the government shall not be entitled to a dividend on the shares of any such society at a rate higher than that, at which such dividend is payable to any other shareholders of the society. ഇത്രയുള്ളതിന്റെ മീനിങ് 42 പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഗവൺമെന്റ് ആണ് ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്ന് കരുതി മറ്റൊരു ഇൻഡിവിജ്വലിനോ മറ്റൊരു സൊസൈറ്റിക്കോ എന്ത് ഡിവിഡൻഡ് ആണോ സൊസൈറ്റി ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, ലാഭവിഹിതമാണോ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, അത് തന്നെ കിട്ടാനുള്ള റൈറ്റ് ആർക്കുമുള്ളൂ? ഗവൺമെന്റിനുള്ളൂ. ഇതാണ് മറ്റൊരു ഇൻഡിവിജ്വലിനോ മറ്റൊരു സൊസൈറ്റിക്കോ ഈ സംഘത്തിൽ നിന്ന്, ഗവൺമെന്റ് ഷെയർ വാങ്ങിയ സംഘത്തിൽ നിന്നും
എന്ത് ഡിവിഡൻഡ് ആണോ കിട്ടുന്നത് അതേ ഡിവിഡൻഡ് തന്നെ കിട്ടാനുള്ള അർഹതയെ ആർക്കും ഉള്ളൂ? ഗവൺമെന്റിനുള്ളൂ. ഗവൺമെന്റ് ആണെന്ന് കരുതി ഒരു ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടാനുള്ള അർഹത ആർക്കില്ല? ഗവൺമെന്റിന് ഉണ്ടായിരിക്കുന്നതല്ല. ഇത് പറയുന്ന സെക്ഷൻ ആണ് ഏത്? സെക്ഷൻ 42 സബ്സെക്ഷൻ 2. ഓക്കെ, ഒരു നോർമൽ ഷെയർ ഹോൾഡർക്ക് എന്ത് ഡിവിഡൻഡ് ആണോ സംഘം നൽകുന്നത് അതേ ഡിവിഡൻഡ് തന്നെ കിട്ടാനുള്ള അർഹതയെ ആർക്കും ഉള്ളൂ? ഗവൺമെന്റിനുള്ളൂ. ഇത് പറയുന്ന സെക്ഷൻ ആണ് ഏത്? സെക്ഷൻ 42 സബ്സെക്ഷൻ 2. അപ്പൊ നോക്കിക്കേ, സെക്ഷൻ 42 പറയുന്നതിനെ കുറിച്ചാണ്. ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് സൊസൈറ്റീസ് ആണ്. ഗവൺമെന്റ് എന്ത് ചെയ്യാം? 42 പറയുന്നുണ്ട്, ദ ഗവൺമെന്റ് മേ സബ്സ്ക്രൈബ് ഡയറക്ട്ലി ടു ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. 42 സബ്സെക്ഷൻ 2 പറയുന്നുണ്ട്, ദ ഗവൺമെന്റ് ഈസ് എൻടൈറ്റിൽഡ് ടു ഗെറ്റ് സച്ച് ഡിവിഡൻഡ് ആസ് എ നോർമൽ ഷെയർ ഹോൾഡർ ക്യാൻ ഗെറ്റ് ദം ഫ്രം ദ സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ നിന്നും ഒരു നോർമൽ ഷെയർ ഹോൾഡർക്ക് എന്ത് ഡിവിഡൻഡ് ആണോ കിട്ടുന്നത് അതേ ഡിവിഡൻഡ് തന്നെ കിട്ടാനുള്ള അർഹതയെ ആർക്കും ഉള്ളൂ? ഗവൺമെന്റിനുള്ളൂ. അത് പറയുന്ന സെക്ഷൻ ആണ് ഏത്? സെക്ഷൻ 42 സബ്സെക്ഷൻ 2 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരെ 43ലേക്ക് പോകുന്നു. സെക്ഷൻ 43 എന്താണ്? സെക്ഷൻ 43 പറയുന്നത് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റീസ് ആണ്. ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് എന്താണ്? ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് എവിടെയാണ്? ഇൻ സൊസൈറ്റീസ്. ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് അവിടെ പറയുന്നു നോക്കിയേ, ദ ഗവൺമെന്റ് മേ പ്രൊവൈഡ് മണീസ് ടു എ സൊസൈറ്റി ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർസ് in other societies with limited liability. എന്താണ് പറഞ്ഞത്? ദ ഗവൺമെന്റ് മേ പ്രൊവൈഡ് മണീസ് ടു എ സൊസൈറ്റി. ഗവൺമെന്റ് ഇവിടെ നേരിട്ട് വാങ്ങുന്നില്ല, ഇൻഡയറക്റ്റ് ആണ്, നേരിട്ട് വാങ്ങുന്നില്ല. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് മണി ടു എ സൊസൈറ്റി. ഒരു സൊസൈറ്റിക്ക് എന്ത് കൊടുക്കുന്നു? പണം നൽകുന്നു. സൊസൈറ്റിക്ക് പണം നൽകുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റി. മറ്റു സൊസൈറ്റികൾ എന്ത് വാങ്ങുവാൻ വേണ്ടിയിട്ട്? ഷെയർ വാങ്ങുവാൻ വേണ്ടിയിട്ട്. എന്തായിരിക്കണം? അവിടെയും പറയുന്നത് എന്താണ്? പോയിന്റ് എന്താ? വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. എന്ത് ലയബിലിറ്റി ആയിരിക്കണം? ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കണം. ഇത്രയുള്ള വ്യത്യാസം. എന്താണ് പറഞ്ഞത്? ദ ഗവൺമെന്റ് മേ പ്രൊവൈഡ് മണീസ് ടു എ സൊസൈറ്റി. ഗവൺമെന്റ് ഇവിടെ എന്താ? ഡയറക്റ്റ് ആയിട്ട് വാങ്ങുന്നില്ല. ഗവൺമെന്റ് മറ്റൊരു സൊസൈറ്റിക്ക് പണം കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് വേറെ സൊസൈറ്റിയുടെ എന്ത് വാങ്ങിപ്പിക്കുന്നു? ഷെയർ വാങ്ങിപ്പിച്ചാൽ അതിന് വിളിക്കുന്ന പേരാണെന്ത്? ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ്. അപ്പൊ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ഗവൺമെന്റ് രണ്ട് രീതിയിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഹരി പങ്കാളിത്തം എടുക്കാം. ഒന്ന് ഡയറക്റ്റ് ആയിട്ടും എടുക്കാം, രണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടും എടുക്കാം. ഒരിക്കലും നമ്മുടെ എക്സാമിന് ചോദിച്ചതാണ്. ദ ഗവൺമെന്റ് മേ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓപ്ഷൻ ഡയറക്റ്റ്, ഓപ്ഷൻ എ ഡയറക്റ്റ്, ഓപ്ഷൻ ബി ഇൻഡയറക്റ്റ്, ഓപ്ഷൻ സി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്, ആൻഡ് ഓപ്ഷൻ ഡി ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഏത് രീതിയിലാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഗവൺമെന്റ് ഓഹരി പങ്കാളിത്തം എടുക്കുന്നത്? ഏത് രീതിയിലാ? ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആണ്. നേരിട്ടും എടുക്കും, അതുപോലെ തന്നെ മറ്റ് സൊസൈറ്റിക്ക് ഫണ്ട് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് എന്ത് വാങ്ങിപ്പിക്കും? ഷെയർ വാങ്ങിപ്പിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ്. ആൻഡ് ഇറ്റ് വാസ് റെക്കമെൻഡഡ് ബൈ ആരാണ്? ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് റെക്കമെൻഡ് ചെയ്ത ആരാണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അല്ലെങ്കിൽ ഗോർവാല കമ്മിറ്റി ആണ് ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. അതായത് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പൊ ഇംഗ്ലണ്ട് എടുത്താൽ അവിടെ നമ്മൾ കുറച്ച് വ്യക്തികൾ പഠിക്കും അല്ലെ? ആരൊക്കെയാണ്? റോബർട്ട് ഓവൻ പഠിക്കും, ഡോക്ടർ വില്യം കിങ് പഠിക്കും, റോസ്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥാപനം പഠിക്കും അല്ലെ? ജർമ്മനി എടുത്താൽ ആര് പഠിക്കും? ഡോക്ടർ ഹാസ്, ദെൻ FW റൈഫീസൺ, ദെൻ അതുപോലെ തന്നെ ഹെർമൻ ഷൂൾസ് അല്ലെ? ദെൻ ഡെൻമാർക്ക് എടുത്താൽ HC സോൺ, സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ, ഡോക്ടർ ഉൾക്രിക്ക്. ദെൻ ജപ്പാൻ എടുത്തു കഴിഞ്ഞാൽ ആരാണ്? ടൊയോഹിക്കോ കഗാവ, സൺടോക്കു നിനോമിയ, യാജിറോ ഷിൻഗാവ. ഓക്കെ. ദെൻ സ്വീഡൻ എടുത്താൽ ആരാണ്? എൽഡിൻ ആണ് സ്വീഡൻ. ഫ്രാൻസ് എടുത്താൽ ആരാണ്? ചാൾസ് ഫൊറിയർ ആണ്. ദെൻ ആൻഡ്രൂ ഗോഡ്വിൻ ഉണ്ട്. ദെൻ അതുപോലെ ലീക്ലെയർ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ വ്യക്തികളാണ് ബാക്കിയുള്ള രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിക്കാൻ വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്തത്. ഓക്കെ. നമ്മൾ നേരെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ആസ് എ പാർട്ട് ഓഫ് ഗവൺമെന്റ് പോളിസിയാണ്. അതായത് ബാക്കിയുള്ള രാജ്യങ്ങളിൽ പീപ്പിൾസ് പോളിസിയുടെ ഭാഗമായിട്ടാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിച്ചതുവെങ്കിൽ
ഇന്ത്യ പറയുമ്പോഴത്തേക്കും എന്താണ്, ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ആസ് എ പാർട്ട് ഓഫ് ഗവൺമെന്റ് പോളിസിയാണ്, ഗവൺമെന്റ് നയമാണ്. അതുകൊണ്ടാണ് സർ ഹൊറൈസ് പ്ലങ്കറ്റ്, അതായത് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ അയർലൻഡ്, അദ്ദേഹം പറഞ്ഞത് ഇൻ ഇന്ത്യ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്പോൺസേർഡ് ബൈ ഗവൺമെന്റ് എന്ന് പറഞ്ഞത്. ഇന്ത്യയിൽ ആരാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്പോൺസർ ചെയ്തിരിക്കുന്ന, ആരാണ്, ഗവൺമെന്റ് ആണ്. അല്ലെങ്കിൽ പറഞ്ഞത് എങ്ങനെയാണ്, ഇൻ ഇന്ത്യ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഈസ് എ പാർട്ട് ഓഫ് ഗവൺമെന്റ് പോളിസി, ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമാണ് ഇന്ത്യയിൽ ഏതെന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഇത് പറഞ്ഞ കോപ്പറേറ്റർ ആരാണ് നമ്മുടെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്, ആരാണ് പറഞ്ഞത്, സർ ഹൊറൈസ് പ്ലങ്കറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ എടുത്താലും കേരളം എടുത്താലും ഈ പറഞ്ഞ രീതിയിൽ ഗവൺമെന്റ് നല്ല രീതിയിൽ എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഹരി പങ്കാളിത്തം എടുക്കണം. നമ്മൾ വളരെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ കേരള, അല്ലെങ്കിൽ എന്താ പറയുക, അത് ആ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ പറയുന്നുണ്ട് അല്ലെ, ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. ഏതാണ്, ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിന്റെ ഷെയർ ഹോൾഡിംഗ്സ് നോക്കുക, നമുക്കറിയാൻ പറ്റും ഓൾമോസ്റ്റ് 80% 80% ഷെയർ ഹോൾഡിംഗ്സ് എന്ന് പറയുന്ന ആർക്കാണ്, ഗവൺമെന്റിനാണ്. അപ്പൊ ആ രീതിയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ഗവൺമെന്റ് നേരിട്ടും ഓറല്ല ഡയറക്റ്റിലും ആൻഡ് ഇൻഡയറക്റ്റ് എന്ത് ചെയ്യാറുണ്ട്, ഇതേപോലെ ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പണം കൊടുത്തു സഹായിക്കുന്നുണ്ട്. നമ്മൾ സെക്ഷൻ 22 പഠിക്കുന്നുണ്ട് റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഷെയർ അല്ലെ. റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഷെയർ നമ്മൾ എന്താ പഠിച്ചത്, നോ മെമ്പർ ക്യാൻ ഹോൾഡ് നോട്ട് എക്സീഡിങ് 1/5 ഓഫ് ദ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ സൊസൈറ്റി. ഒരു മെമ്പറും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിന്റെ 1/5 കൂടുതൽ ഓഹരി എന്ത് ചെയ്യാൻ പാടില്ല, കൈവശം വെക്കാൻ പാടില്ല. ആൻഡ് ദിസ് റെസ്ട്രിക്ഷൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഗവൺമെന്റ് ആൻഡ് അതർ സൊസൈറ്റീസ് ആണ്. ഈ ഒരു നിയന്ത്രണം ഇൻഡിവിജ്വലിന് മാത്രമാണ് ബാധകം, അതർ സൊസൈറ്റിക്കോ ഗവൺമെന്റിനോ എന്തല്ല, ബാധകമല്ല. അപ്പൊ ഗവൺമെന്റിന് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സഹായിക്കണമെങ്കിൽ എത്ര വേണമെങ്കിലും കൊടുത്തുകൊണ്ട് സഹായിക്കാം. അത് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പൊ ഇതാണ് സെക്ഷൻ 42 സെക്ഷൻ 43 പറയുന്നത്. 42 പറയുന്നത് ഡയറക്റ്റ് പാർട്ണർഷിപ്പിനെ കുറിച്ചാണ്. 43 പറയുന്നത് എന്തിനെ കുറിച്ചാണ്, ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റീസിനെ കുറിച്ചാണ്. ഇനി ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ പോകുന്നു. സെക്ഷൻ 44 ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 44 എന്താണ്, സെക്ഷൻ 44 പറയുന്നത്, പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. എന്താണ്, പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, PSPF എന്ന് പറയും. PSPF പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയും. അപ്പം ഇത് ഈ ഫണ്ടും അടുത്ത് നമ്മൾ 45 പഠിക്കുന്നത് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടാണ്. 45 പഠിക്കുന്നത്. 44 പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും 45 സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് പഠിക്കും. ഓക്കെ, ഇതിന്റെ എന്തിന് എക്സാമ്പിൾ ആണ് ഈ രണ്ട് ഫണ്ടും എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ് ആൻസർ. എന്താണ്, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ആണ്. ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ആണ്, ഓർത്ത് വെച്ചാൽ ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റീസ് ആണ്. ഏത് ഫണ്ട്, പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും എക്സാമ്പിൾ ഓഫ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ആണ്. ഓക്കെ, സെക്ഷൻ 44 എന്താന്ന് പറയുന്നുണ്ട്, എന്താണ് ഈ ഫണ്ട് നോക്കിയേ, an apex society, an apex society 44 പറയുന്നുണ്ട്, an apex society which is provided with monies by the government under section 43 ഏതാണ്, ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ്. അപ്പൊ ഇത്രയാണ് പറഞ്ഞത്, ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പും പ്രകാരം ഗവൺമെന്റ് അപ്പെക്സ് സൊസൈറ്റിക്ക് ഒരു ഫണ്ട് കൊടുത്തു. ഗവൺമെന്റ് നേരിട്ട് വാങ്ങിയില്ല, നേരിട്ട് വാങ്ങൽ എന്തായേനെ, ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ആയേനെ. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പിന്റെ അടിസ്ഥാനം സെക്ഷൻ 43 പറഞ്ഞത്. ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പിന്റെ അടിസ്ഥാനത്തില് ഗവൺമെന്റ് ഒരു അപ്പെക്സ് സൊസൈറ്റിക്ക് എന്ത് കൊടുത്തു, ഫണ്ട് കൊടുത്തു. ഓക്കെ, വിത്ത് സച്ച് മണി, അത്തരത്തിൽ കിട്ടിയ പണം കൊണ്ട് അപ്പെക്സ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് എ ഫണ്ട് ടു ബി കോൾഡ് പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അത്തരത്തിൽ ഗവൺമെന്റിന് കിട്ടിയ ഫണ്ട് കൊണ്ട് അപ്പെക്സ് സൊസൈറ്റി ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യും. ആ ഫണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്, പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയും. പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഓക്കെ, ഒന്നുകൂടെ പറയാം, അപ്പെക്സ് സൊസൈറ്റി വിച്ച് ഈസ് പ്രൊവൈഡഡ് വിത്ത് മണീസ് ബൈ ദ ഗവൺമെന്റ് നൽകിയ പണം കൊണ്ട് അപ്പെക്സ് സൊസൈറ്റി ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യും. ആ ഫണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്, പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഈ അപ്പെക്സ് സൊസൈറ്റി ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ, ആക്ടിൽ അങ്ങനെ പറയുന്നില്ല. ഇവിടെ പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നുള്ളൂ.
ഓക്കെ, അപ്പൊ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ അത് ഏതാണ്? അപ്പെക്സ് സൊസൈറ്റി ഏതാണ്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഏത് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മുടെ ആക്ടിൽ പറയുന്ന അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നുള്ളൂ. ഓക്കെ, ആ ഫണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയും. ഓക്കെ, ദെൻ അടുത്തത് 44 സബ്സെക്ഷൻ 2 പറയുന്നുണ്ട് an apex society shall utilize, അതായത് ഈ പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് ഏത് പർപ്പസിന് വേണ്ടിയിട്ട് വേണം അപ്പെക്സ് സൊസൈറ്റി വിനിയോഗിക്കാൻ? അതിന്റെ യൂട്ടിലൈസേഷൻ പർപ്പസ് എന്താണ്? അല്ലെങ്കിൽ എന്തായിരിക്കണം അതിന്റെ യൂട്ടിലൈസേഷൻ? അത് എന്തിനു വേണ്ടി വേണം ഉപയോഗിക്കാൻ? പറയുന്നുണ്ട് എന്താണ്? an apex society shall utilize principal state partnership fund for the purpose of, നമ്മൾ ഈ താഴെ 3 പർപ്പസ് പറയുന്നുണ്ട്. ഈ പർപ്പസിന് വേണ്ടിയിട്ട് വേണം അപ്പെക്സ് സൊസൈറ്റി ആ ഫണ്ട് വിനിയോഗിക്കാൻ. അതിൽ ഫസ്റ്റ് പർപ്പസ് എ എന്താണ് പറഞ്ഞത്? ഡയറക്ട്ലി പർച്ചേസിംഗ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അപ്പെക്സ് സൊസൈറ്റിക്ക് ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റഡ് ലയബിലിറ്റിയോടുകൂടി പ്രവർത്തിക്കുന്ന മറ്റ് സൊസൈറ്റിയുടെ എന്ത് വാങ്ങാം? ഷെയർ വാങ്ങാം. എന്താണ് പറഞ്ഞത്? അപ്പെക്സ് സൊസൈറ്റിക്ക് ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റഡ് ലയബിലിറ്റിയോടുകൂടി പ്രവർത്തിക്കുന്ന മറ്റ് സൊസൈറ്റിയുടെ എന്ത് വാങ്ങാം? ഷെയർ വാങ്ങാം. അതാണ് ഫസ്റ്റ് പർപ്പസ്. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് പ്രൊവൈഡിങ് മണീസ് ടു എ സെൻട്രൽ സൊസൈറ്റി. ഈ അപ്പെക്സ് സൊസൈറ്റി പണം കൊടുക്കുന്നു ആർക്ക്? സെൻട്രൽ സൊസൈറ്റിക്ക്. എനേബിൾ ദാറ്റ് സൊസൈറ്റി, അതായത് സെൻട്രൽ സൊസൈറ്റിക്ക് കഴിയണം എന്തിനു വേണ്ടിയിട്ട്? ടു പർച്ചേസ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഓക്കെ, അതർ സൊസൈറ്റി എന്ന് പറയുന്ന ആരാണ്? പ്രൈമറി സൊസൈറ്റി ആണ്. ഓക്കെ, ആരാണ്? പ്രൈമറി സൊസൈറ്റി എന്ന് പറയും. അപ്പൊ രണ്ടാമത്തെ പർപ്പസ് നോക്കിയേ, അപ്പെക്സ് സൊസൈറ്റി ഒരു സെൻട്രൽ സൊസൈറ്റിക്ക് പണം കൊടുക്കും. ആ പണം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ സെൻട്രൽ സൊസൈറ്റിക്ക് മറ്റു സൊസൈറ്റിയുടെ എന്ത് വാങ്ങണം? ഷെയർ വാങ്ങാൻ അവർക്ക് സാധിക്കണം. മറ്റ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ പ്രൈമറി സൊസൈറ്റിയുടെ ഷെയർ വാങ്ങാൻ. മൂന്നാമത്തെ പർപ്പസ് എന്താണ്? മേക്കിംഗ് പേയ്മെന്റ്സ് ടു ദ ഗവൺമെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്. ഈ ആക്ടിൽ, ഈ സെക്ഷനിൽ പറയുന്ന, ഈ ചാപ്റ്ററിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് ഗവൺമെന്റിലേക്ക് എന്ത് ചെയ്യണം? തുക കൊടുക്കുവാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫോർ നോ അതർ പർപ്പസ്. ഈ 3 പർപ്പസിനല്ലാതെ മറ്റൊരു പർപ്പസിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലെ തുക എന്ത് ചെയ്യാൻ പാടില്ല? വിനിയോഗിക്കാൻ പാടില്ല. 3 പർപ്പസ് ഒന്നുകൂടെ പറയാം. ഡയറക്റ്റ് ആയിട്ട് മറ്റു സൊസൈറ്റിയുടെ എന്ത് വാങ്ങാം? ഷെയർ വാങ്ങാം. ആർക്ക്? ഗവൺമെന്റിനല്ല. ആർക്കാണ്? അപ്പെക്സ് സൊസൈറ്റിക്ക്. കണ്ടീഷൻ ഇതാണ്, ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കണം. ഫസ്റ്റ് പർപ്പസ് അതാണ്, പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിന്റെ. സെക്കൻഡ് പർപ്പസ് എന്താണ്? ടു പ്രൊവൈഡ് മണീസ് ടു എ സെൻട്രൽ സൊസൈറ്റി. ഒരു സെൻട്രൽ സൊസൈറ്റിക്ക് പണം കൊടുക്കുന്നു. ആര്? അപ്പെക്സ് സൊസൈറ്റി. ടു എനേബിൾ ദം ടു പർച്ചേസ് ദ ഷെയർസ് ഓഫ് പ്രൈമറി സൊസൈറ്റി. അവർക്ക് എന്ത് ചെയ്യാം? പ്രൈമറി സൊസൈറ്റിയുടെ എന്ത് വാങ്ങാം? ഷെയർ വാങ്ങാം. അതാണ് പർപ്പസ്. മൂന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ഫണ്ട് ക്രിയേറ്റ് ചെയ്തത് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ടിൽ അവശേഷിക്കുന്ന തുക എന്ത് ചെയ്യണം? ടു റീപേ ടു ദ ഗവൺമെന്റ്. ഗവൺമെന്റിലേക്ക് തിരിച്ചടക്കണം. അതാണ് പറഞ്ഞത് പേയ്മെന്റ് ടു ദ ഗവൺമെന്റ്. ഗവൺമെന്റിലേക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈ ഫണ്ടിലെ തുക വിനിയോഗിക്കാം. ആൻഡ് ഫോർ നോ അതർ പർപ്പസ്. ഈ 3 പർപ്പസിനല്ലാതെ മറ്റൊരു പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഫണ്ടിലെ തുക എന്ത് ചെയ്യാൻ പാടില്ല? വിനിയോഗിക്കാൻ പാടില്ല. ഏതാണ് ഫണ്ടിന്റെ പേര്? പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. സെക്ഷൻ 44 ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പെക്സ് സൊസൈറ്റി, ഫണ്ട് കൊടുക്കുന്നത് ഗവൺമെന്റ്. ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പെക്സ് സൊസൈറ്റിക്ക് മറ്റു സൊസൈറ്റിയുടെ ഷെയർ വാങ്ങാം. 2, അപ്പെക്സ് സൊസൈറ്റിക്ക് സെൻട്രൽ സൊസൈറ്റിക്ക് ഫണ്ട് കൊടുക്കാം. 3, ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് നടത്താൻ. അല്ലാതെയുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഫണ്ടിലെ തുക വിനിയോഗിക്കാൻ പാടില്ല. ഏതാണ് ഫണ്ട്? പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ആണ്. സെക്ഷൻ 44. ഓക്കെ, അടുത്ത സെക്ഷൻ 45 എന്താണ്? സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. എന്താണ് ഫണ്ടിന്റെ പേര്? സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയും. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. നമ്മൾ സെക്ഷൻ 44 പഠിച്ചപ്പോഴത്തേക്ക് ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. എന്താണ്? അപ്പെക്സ് സൊസൈറ്റി ഒരു സെൻട്രൽ സൊസൈറ്റിക്ക് പണം കൊടുക്കും, മണി കൊടുക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു സെക്ഷൻ 44. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഞാൻ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. എ സെൻട്രൽ സൊസൈറ്റി which is provided with monies by an apex society. അപ്പെക്സ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട്, അപ്പെക്സ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് സെൻട്രൽ സൊസൈറ്റി ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യും. അതായത് അപ്പെക്സ് സൊസൈറ്റി ഏതിൽ നിന്നാണ് കൊടുത്തത്? പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് ഒരു പണം കൊടുത്തു സെൻട്രൽ സൊസൈറ്റിക്ക്. ആ കിട്ടിയ പണം കൊണ്ട് സെൻട്രൽ സൊസൈറ്റി ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യും.
ആ ഫണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. സെക്ഷൻ 45 ഷോർട്ട് ഫോം SSPF, സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത്തെ 45 സബ്സെക്ഷൻ 2 പറയുന്നുണ്ട്. 45 1 പറഞ്ഞത് സെൻട്രൽ സൊസൈറ്റി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പെക്സ് സൊസൈറ്റി പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് കൊടുത്ത പണം കൊണ്ടാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ആ സെക്ഷൻ 45 സബ്സെക്ഷൻ 2 പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? 42 എന്താ പറഞ്ഞത്? എ സെൻട്രൽ സൊസൈറ്റി ഷാൾ യൂട്ടിലൈസ് ദ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഫോർ ദ പർപ്പസ് ഓഫ്. സെൻട്രൽ സൊസൈറ്റി സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലെ തുക ഏതൊക്കെ പർപ്പസിന് വേണ്ടി വിനിയോഗിക്കണം? ഏതാ സെക്ഷൻ പറയുന്നത്? സെക്ഷൻ 45 സബ്സെക്ഷൻ 2 ആണ്. 45 സബ്സെക്ഷൻ 2. അതിൽ പറയുന്ന 2 പോയിന്റ് പറയുന്നുള്ളൂ. നോക്കിക്കേ, ഒന്ന് നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് പർച്ചേസിംഗ് ദ ഷെയർസ് ഇൻ പ്രൈമറി സൊസൈറ്റി. പർച്ചേസിംഗ് ദ ഷെയർസ് ഇൻ പ്രൈമറി സൊസൈറ്റി. സെൻട്രൽ സൊസൈറ്റിക്ക് ആരുടെ ഷെയർ വാങ്ങാം? പ്രൈമറി സൊസൈറ്റിയുടെ ഷെയർ ഈ ഫണ്ടിലെ തുക കൊണ്ട് വാങ്ങാം. 2, മേക്കിംഗ് പേയ്മെന്റ് ടു ദ അപ്പെക്സ് സൊസൈറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദിസ് ചാപ്റ്റർ ആൻഡ് ഫോർ നോ അതർ പർപ്പസ്. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സെൻട്രൽ സൊസൈറ്റിക്ക് പണം കൊടുത്തതാരാണ്? അപ്പെക്സ് സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ അവശേഷിക്കുന്ന തുക എന്ത് തന്നെ ആയിക്കോട്ടെ അത് എങ്ങോട്ട് അടയ്ക്കേണ്ടതാണ്? അപ്പെക്സ് സൊസൈറ്റിയിലേക്ക് കൊടുക്കേണ്ടതാണ്. ഇൻ ദ സെൻസ് പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് കൊടുക്കേണ്ടതാണ്. അല്ലാതെയുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഫണ്ടിലെ തുക വിനിയോഗിക്കാൻ പാടില്ല. 2 പർപ്പസ് ആണ് പറയുന്നത്. 1, പ്രൈമറി സൊസൈറ്റിയുടെ ഷെയർ വാങ്ങാം. 2, മേക്കിംഗ് പേയ്മെന്റ് ടു ദ അപ്പെക്സ് സൊസൈറ്റി. അപ്പെക്സ് സൊസൈറ്റിക്ക് തിരിച്ചു കൊടുക്കാൻ. അല്ലാതെയുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഫണ്ടിലെ തുക വിനിയോഗിക്കാൻ പാടില്ല. ഫണ്ടിന്റെ പേരെന്താണ്? സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. സെക്ഷൻ 45. ഇതും ഏതൊരു എക്സാമ്പിൾ ആണ്? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 46 ആണ്. അപ്പൊ നമ്മള് 42 ഡയറക്റ്റ് പാർട്ണർഷിപ്പ്, 43 ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ്, 44 പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, 45 സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അപ്പൊ ഇതുവരെ നമ്മൾ കവർ ചെയ്തു. ഇനി എടുക്കുന്ന സെക്ഷൻ 46 ആണ്. എന്താ 46 എന്ന് പറയുന്നത്? അപ്രൂവൽ ഓഫ് ഗവൺമെന്റ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർ. എന്താണ്? അപ്രൂവൽ ഓഫ് ഗവൺമെന്റ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർ. അതിൽ പറയുന്നുണ്ട്, no shares in a society shall be purchased from the monies in the principal state partnership fund or the subsidiary state partnership fund except with the previous approval in writing of the government. Except with the previous approval of the government in writing. ഗവൺമെന്റിന്റെ രേഖാമൂലമുള്ള ഇൻ റൈറ്റിംഗ് ഉത്തരവില്ലാതെ അനുമതിയില്ലാതെ പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലെ തുക കൊണ്ടോ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലെ തുക കൊണ്ടോ എന്ത് വാങ്ങാൻ പാടില്ല? ഷെയർ പർച്ചേസ് ചെയ്യാൻ പാടില്ല. നോ ഷെയർസ് ഇൻ എ സൊസൈറ്റി ഷാൾ ബി പർച്ചേസ്ഡ് എന്നാ പറഞ്ഞത്. അതായത് PSPF ആയിക്കോട്ടെ SSPF ആയിക്കോട്ടെ അത് ഉപയോഗിക്കാൻ വേണ്ടി നൽകിയതാണ്. ആ ഫണ്ടിലെ തുക കൊണ്ട് എന്താണോ ആ പർപ്പസോ അതെന്ത് ചെയ്യാം? ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യാം. അതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ ഈ ഫണ്ട് വിനിയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഇൻ റൈറ്റിംഗ് ഗവൺമെന്റിന് എന്ത് വാങ്ങിയിരിക്കണം? അനുമതി വാങ്ങിയിരിക്കണം. ഓക്കെ, അതാണ് പറഞ്ഞത് വിത്ത് ദ പ്രീവിയസ് അപ്രൂവൽ ഇൻ റൈറ്റിംഗ് ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി രേഖാമൂലമില്ലാതെ ഈ ഫണ്ടിലെ 2 ഫണ്ടിലെയും തുക എന്ത് ചെയ്യാൻ പാടില്ല? വിനിയോഗിക്കാൻ പാടില്ല. ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 46, അപ്രൂവൽ ഓഫ് ഗവൺമെന്റ് ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർ. അടുത്ത 47. എന്താ 47 എന്ന് പറയുന്നത്? ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ ഷെയർസ്. ദ ലയബിലിറ്റി ടു ബി ലിമിറ്റഡ്. നമ്മൾ നേരത്തെ തുടക്കം മുതൽ പറയുന്നുണ്ട്, ഗവൺമെന്റ് ഷെയർ വാങ്ങിയാൽ ആ സംഘത്തിന് ലയബിലിറ്റി എന്തായിരിക്കണം? ലിമിറ്റഡ് ആയിരിക്കണം. അപ്പെക്സ് സൊസൈറ്റി ഷെയർ വാങ്ങിയാൽ ആ സംഘത്തിന് ലയബിലിറ്റി എന്തായിരിക്കണം? ലിമിറ്റഡ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇവിടെ സെക്ഷൻ 47 അതൊന്നുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വെയർ എനി ഷെയർസ് ഇൻ എ സൊസൈറ്റി ആർ പർച്ചേസ്ഡ് ബൈ ദ ഗവൺമെന്റ്. ഡയറക്റ്റ് പ്രകാരം ഗവൺമെന്റ് വാങ്ങിയാലോ, ഇൻഡയറക്റ്റ് പ്രകാരം അപ്പെക്സ് സൊസൈറ്റിയോ അതുപോലെ തന്നെ സെൻട്രൽ സൊസൈറ്റിയോ വാങ്ങിയാലോ എന്തായിരിക്കണം? ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഷെയർസ് ലയബിലിറ്റി എന്തായിരിക്കണം? ലിമിറ്റഡ് ആയിരിക്കണം. ആ വാങ്ങുന്ന ഏത് സംഘത്തിന്റെ ഓഹരിയാണോ അവർ വാങ്ങുന്നത് ആ സംഘത്തിന്റെ ലയബിലിറ്റി എന്തായിരിക്കണം? ലിമിറ്റഡ് ആയിരിക്കണം. ക്ലിപ്ത ബാധ്യത അല്ലെങ്കിൽ പരിമിത ബാധ്യത ആയിരിക്കണം. അത് മാൻഡേറ്ററി ആണ്. അല്ലാതെ ഒരു അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള ഒരു സംഘത്തിന്റെ എന്ത് വാങ്ങാൻ പാടില്ല?
ഷെയർ വാങ്ങാൻ പാടില്ല. PSPF ഉപയോഗിച്ചാലോ SSPF ഉപയോഗിച്ചാലോ ഷെയർ വാങ്ങിച്ചു കുഴപ്പമൊന്നുമില്ല. ഏതൊരു സംഘത്തിന്റെ ഷെയർ ആണോ വാങ്ങുന്നത് അതിന്റെ ലയബിലിറ്റി എന്തായിരിക്കണം? ലിമിറ്റഡ് ആയിരിക്കണം. അതൊന്നുകൂടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറയും. ഇൻ ദ ഈവന്റ് ഓഫ് ദ സൊസൈറ്റി ബീങ് വൂണ്ട് അപ്പ്, ഏത് സംഘത്തിന്റെ ഷെയർ ആണോ വാങ്ങിയത് ആ സംഘം വൈൻഡപ്പ് ചെയ്യുന്ന വേളയിൽ ബി ലിമിറ്റഡ് ടു ദ എമൗണ്ട് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഷെയർസ്, ആ ഷെയറിന്മേൽ എത്ര എമൗണ്ട് ആണോ അടച്ചിരിക്കുന്നത്, അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, അതിനാൽ ബാധ്യത എന്ത് ചെയ്തിരിക്കണം? ലിമിറ്റ് ചെയ്തിരിക്കണം, ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇതാണ് സെക്ഷൻ ഏതിൽ പറയുന്നത്? സെക്ഷൻ 47. ഗവൺമെന്റ് വാങ്ങിക്കോട്ടെ, അപ്പെക്സ് സൊസൈറ്റി വാങ്ങിക്കോട്ടെ, സെൻട്രൽ സൊസൈറ്റി വാങ്ങിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏതൊരു സംഘത്തിന്റെ ലയബിലിറ്റി, ഏതൊരു സംഘത്തിന്റെ ഷെയർ ആണോ വാങ്ങുന്നത് ആ സംഘത്തിന്റെ ലയബിലിറ്റി എന്തായിരിക്കണം? ലിമിറ്റഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ആ സംഘം വൈൻഡപ്പ് ചെയ്യുന്ന വേളയിൽ ഗവൺമെന്റിന്റെയോ അപ്പെക്സ് സൊസൈറ്റിയുടെയോ സെൻട്രൽ സൊസൈറ്റിയുടെയോ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ടു ദ എമൗണ്ട് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഷെയർസ്, ആ ഷെയറിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ടിനാൽ ബാധ്യത എന്ത് ചെയ്തിരിക്കണം? ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 47. അടുത്തത് സെക്ഷൻ 48 ആണ്. എന്താ സെക്ഷൻ 48 പറയുന്നത്? റെസ്ട്രിക്ഷൻ ഓൺ എമൗണ്ട് ഓഫ് ഡിവിഡന്റ്. എന്താണ്? റെസ്ട്രിക്ഷൻ ഓൺ എമൗണ്ട് ഓഫ് ഡിവിഡന്റ്. റെസ്ട്രിക്ഷൻ ഓൺ എമൗണ്ട് ഓഫ് ഡിവിഡന്റ്. ഇവർ ഷെയർ എടുത്തു അല്ലെ, ഷെയറിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഏതാണ്? ഡിവിഡന്റ് ആണ് അല്ലെ. ലോണിന് ഇൻട്രസ്റ്റ് ആണെങ്കിൽ, ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് ആണെങ്കിൽ, ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഷെയറിന്മേൽ കിട്ടുന്ന റിട്ടേൺ ഏതാണ്? ഡിവിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ ഗവൺമെന്റിനും അതേപോലെ അപ്പെക്സ് സൊസൈറ്റിക്കും സെൻട്രൽ സൊസൈറ്റിക്കും എന്ത് കിട്ടും? ഡിവിഡന്റ് കിട്ടും. നമ്മൾ ഓൾറെഡി സെക്ഷൻ 42 സബ്സെക്ഷൻ 2 നമ്മൾ പഠിച്ചു. എന്താ പഠിച്ചത്? ഗവൺമെന്റ് ആണ് ഷെയർ വാങ്ങിയത് എന്ന് കരുതി മറ്റൊരു ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന അതേ ഡിവിഡന്റിനുള്ള അർഹത ആർക്കുള്ളൂ? ഗവൺമെന്റിനുള്ളൂ. അല്ലാതെ ഒരു ഹയർ റേറ്റ് ഓഫ് ഡിവിഡന്റ് കിട്ടാനുള്ള അർഹത ഗവൺമെന്റിനില്ല. അതേപോലെ ഇവിടെയും പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? ഇഫ് ആൻ അപ്പെക്സ് സൊസൈറ്റി ഷെയർ പർച്ചേസ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റി ഷെയർ പർച്ചേസ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആ ഷെയറിന്മേൽ കിട്ടുന്ന ഡിവിഡന്റ് എന്ന് പറയുന്നത് മറ്റൊരു ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന അതേ ഡിവിഡന്റ് തന്നെ ആർക്കുള്ളൂ? ഇവിടെ അപ്പെക്സ് സൊസൈറ്റിക്കും അതേപോലെ സെൻട്രൽ സൊസൈറ്റിക്കും ഉള്ളൂ. ഇവിടെ അത് മാത്രമേ സ്പെസിഫൈ ചെയ്ത് പറയുന്നുള്ളൂ. അപ്പെക്സ് സൊസൈറ്റിയുടെയും റെസ്ട്രിക്ഷൻ ഓൺ ഡിവിഡന്റും സെൻട്രൽ സൊസൈറ്റിയുടെയും റെസ്ട്രിക്ഷൻ ഓൺ എമൗണ്ട് ഓഫ് ഡിവിഡന്റും. ഗവൺമെന്റ് എവിടെ പറഞ്ഞിരുന്നു? ഗവൺമെന്റ് പറയുന്നത് സെക്ഷൻ 42 സബ്സെക്ഷൻ 2 അതാണ് വ്യത്യാസം. അപ്പെക്സ് സൊസൈറ്റിയുടെയും സെൻട്രൽ സൊസൈറ്റിയുടെയും റെസ്ട്രിക്ഷൻ ഓൺ എമൗണ്ട് ഓഫ് ഡിവിഡന്റ് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 48. സെക്ഷൻ 48. അപ്പെക്സ് സൊസൈറ്റി ഷെയർ വാങ്ങി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ തുക കൊണ്ട്, സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ തുക കൊണ്ട് സെൻട്രൽ സൊസൈറ്റിയും ഷെയർ വാങ്ങി. ആ ഏതൊരു സംഘത്തിന്റെ ഷെയർ ആണോ വാങ്ങിയത് ആ സംഘം ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അപ്പെക്സ് ആണ്, സെൻട്രൽ ആണ് എന്ന് കരുതി ഒരു ഹയർ റേറ്റ് ഓഫ് ഡിവിഡന്റ് കിട്ടാനുള്ള അർഹത അവർക്കില്ല. നോർമൽ ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന അതേ ഡിവിഡന്റിനുള്ള അർഹത ആർക്കും ഉള്ളൂ? അപ്പെക്സ് സൊസൈറ്റിക്കും അതേപോലെ സെൻട്രൽ സൊസൈറ്റിക്കും ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ 48. റെസ്ട്രിക്ഷൻ ഓൺ എമൗണ്ട് ഓഫ് ഡിവിഡന്റ് ഓഫ് ഏതാണ്? അപ്പെക്സ് സൊസൈറ്റി ആൻഡ് സെൻട്രൽ സൊസൈറ്റി. അതാണ് കേട്ടോ, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ അപ്പെക്സ് സൊസൈറ്റിയും സെൻട്രൽ സൊസൈറ്റിയും. ഗവൺമെന്റ് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 42 സബ്സെക്ഷൻ 2. ഓക്കെ, ദെൻ അടുത്തത് സെക്ഷൻ 49. സെക്ഷൻ 49 ഇൻഡംനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി. ഇൻഡംനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി. സെക്ഷൻ 49. ഇൻഡംനിറ്റി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നഷ്ടോത്തരവാദിത്വം എന്നാണ്. എന്താണ്? നഷ്ട ഉത്തരവാദിത്വം. ഇൻഡംനിറ്റി അത് നമ്മൾ കോൺട്രാക്റ്റിൽ പഠിക്കുന്ന, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പഠിക്കുന്ന ഒരു ഏരിയ ആണ് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി എന്ന് പറയുന്നത്. ആ കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിയെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 124 124 ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി? അതിൽ പറയുന്നുണ്ട്, കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി ഈസ് എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി promises to save the other from loss caused to him by the conduct of the promiser himself or by the conduct of any other person. ഇതാണ് ഡെഫിനിഷൻ. എന്താണ് പറഞ്ഞത്? കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി എന്ന് പറയുന്നത് ഈസ് എ കോൺട്രാക്ട്, ഇതൊരു കരാറാണ്. ബൈ വിച്ച്, അതിലെ വൺ പാർട്ടി, ഒരു പാർട്ടി, പ്രോമിസസ് ടു സേവ് ദ അതർ, ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെ സേവ് ചെയ്യാമെന്ന്, സംരക്ഷിക്കാമെന്ന് എന്ത് കൊടുക്കുന്നു? വാഗ്ദാനം നൽകുന്നു. എന്തിൽ നിന്നും? ഫ്രം ലോസ്, നഷ്ടത്തിൽ നിന്നും.
ആ നഷ്ടം എങ്ങനെ ഉണ്ടായി എന്നാണ് പിന്നീട് പറയുന്നത്. കോസ്ഡ് ടു ഹിം, ആ നഷ്ടം ഉണ്ടായത് ബൈ ദ കണ്ടക്ട് ഓഫ് ദ പ്രോമിസർ ഹിംസെൽഫ്, വാഗ്ദാനം നൽകിയ ആളിന്റെ ഭാഗത്തുണ്ടായ പ്രവൃത്തി കൊണ്ടോ, ഓർ എനി അതർ പേഴ്സൺ, മറ്റേതെങ്കിലും വ്യക്തിയുടെ ഭാഗത്തുണ്ടായ പ്രവൃത്തി കൊണ്ടോ നഷ്ടമുണ്ടായാൽ ആ നഷ്ടത്തിൽ നിന്നും അയാളെ സംരക്ഷിക്കാമെന്ന് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് എന്ത് കൊടുക്കുന്നു? വാഗ്ദാനം നൽകുന്നു. ദ പേഴ്സൺ ഹു ഗീവ്സ് ദ പ്രോമിസ്, വാഗ്ദാനം നൽകിയ വ്യക്തിയെ അല്ലെങ്കിൽ പ്രോമിസറെ വിളിക്കുന്ന പേര് ഇൻഡംനിഫയർ എന്നാണ്. എന്താണ് പേര്? ഇൻഡംനിഫയർ. ആൻഡ് ദ പേഴ്സൺ ടു ഹൂം ദ പ്രോമിസ് ഈസ് ഗിവൺ, ആർക്കാണോ വാഗ്ദാനം നൽകിയത് അയാളെ വിളിക്കുന്ന പേര് ഇൻഡംനിഫൈഡ് അല്ലെങ്കിൽ ഇൻഡംനിറ്റി ഹോൾഡർ എന്നാണ്. ഇൻഡംനിഫൈഡ്, FIED, ഇൻഡംനിഫൈഡ് ഓർ ഇൻഡംനിറ്റി ഹോൾഡർ. അപ്പം ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ. കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിയില് രണ്ട് പാർട്ടീസ് ആണുള്ളത്. ഒന്ന് ഇൻഡംനിഫയറും, രണ്ട് ഇൻഡംനിഫൈഡ് ഓർ ഇൻഡംനിറ്റി ഹോൾഡർ. പ്രോമിസർ ആണ് ആര്? ഇൻഡംനിഫയർ. പ്രോമിസി ആണ് ആര്? ഇൻഡംനിഫൈഡ് അല്ലെങ്കിൽ ഇൻഡംനിറ്റി ഹോൾഡർ. അപ്പൊ നമ്മൾ ഇത് പറഞ്ഞതിന് ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വാക്കിന്റെ അർത്ഥം പിടികിട്ടാൻ. എന്താണ് ഇൻഡംനിറ്റി? എന്താണ്? നഷ്ടോത്തരവാദം. ഇവിടെ ആരുടെയാണ് പറഞ്ഞത്? ഇൻഡംനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി. അപ്പെക്സ് സൊസൈറ്റിയുടെയും സെൻട്രൽ സൊസൈറ്റിയുടെയും നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് എടുക്കുന്നത് ഇവിടെ പറയുന്നുണ്ട്. ശ്രദ്ധിച്ച ഒന്ന്, സെക്ഷൻ 49 സബ്സെക്ഷൻ 1 പറയുന്നുണ്ട്. If a society in which shares are purchased from the monies in the principal state partnership fund is wound up. പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലെ തുക കൊണ്ട് ഏതൊരു സംഘത്തിന്റെ ഓഹരിയാണോ വാങ്ങിയത് ആ സംഘം എന്ത് ചെയ്തു? വൈൻഡപ്പ് ചെയ്തു, അടച്ചുപൂട്ടി. ഓക്കെ, അല്ലെങ്കിൽ ഡിസോൾവ്ഡ്, അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. എങ്കിൽ ഗവൺമെന്റിനോടാണ് അപ്പെക്സ് സൊസൈറ്റി മറുപടി പറയേണ്ടത്. കാര്യം ഗവൺമെന്റ് ഫണ്ട് കൊടുത്തത്. The government shall not have any claim against the Apex Society which purchase the shares in respect of any loss arising from such purchase. Okay, ആ ഷെയർ പർച്ചേസ് ചെയ്തത് കൊണ്ട് എന്ത് നഷ്ടമാണോ ഗവൺമെന്റിനുണ്ടായത് ആ നഷ്ടത്തിന്മേൽ അല്ലെങ്കിൽ ആ നഷ്ടത്തിന്റെ ഒരു ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ആരെ പ്രൊട്ടക്ട് ചെയ്യും? ഗവൺമെന്റ് അപ്പെക്സ് സൊസൈറ്റിയെ പ്രൊട്ടക്ട് ചെയ്യും. ആ നഷ്ട ഉത്തരവാദിത്വം ആരേറ്റെടുക്കണ്ട? അപ്പെക്സ് സൊസൈറ്റി ഏറ്റെടുക്കണ്ട. കാര്യം അതിൽ നിന്നും ആര് പ്രൊട്ടക്ട് ചെയ്യും? അപ്പെക്സ് സൊസൈറ്റിയെ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യും. അതാണ് പറഞ്ഞത്, ഗവൺമെന്റ് ഷാൾ നോട്ട് ഹാവ് എനി ക്ലെയിം അഗെയിൻസ്റ്റ് ദ അപ്പെക്സ് സൊസൈറ്റി ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ലോസ്. ആ ഷെയർ വാങ്ങിയത് കൊണ്ട് എന്ത് നഷ്ടമാണോ ഉണ്ടായത് ആ നഷ്ടത്തിൽ നിന്നും അപ്പെക്സ് സൊസൈറ്റി ആര് പ്രൊട്ടക്ട് ചെയ്യും? ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യും. സിമിലർ ആയിട്ട് തന്നെ സെൻട്രൽ സൊസൈറ്റി സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലെ തുക കൊണ്ട് എന്ത് ചെയ്തു? ഒരു പ്രൈമറി സൊസൈറ്റിയുടെ ഷെയർ വാങ്ങി. ഒരു പ്രൈമറി സൊസൈറ്റിയുടെ ഷെയർ വാങ്ങി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഷെയർ വാങ്ങിയ സൊസൈറ്റി ഊണ്ടപ്പോ ഡിസോൾഡ്. ഏതൊരു സംഘത്തിന്റെ ഷെയർ ആണോ വാങ്ങിയത്, സെൻട്രൽ സൊസൈറ്റി വാങ്ങിയത്, ആ സൊസൈറ്റിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു, പ്രവർത്തനം നിന്നുപോയി. എങ്കിൽ എന്താണ് പറഞ്ഞത്? നെയ്തർ ദ ഗവൺമെന്റിനോ നോർ ദ അപ്പെക്സ് സൊസൈറ്റി, ഗവൺമെന്റിനായിക്കോട്ടെ അപ്പെക്സ് സൊസൈറ്റിക്ക് ആയിക്കോട്ടെ, ഷാൾ നോട്ട് ഹാവ് എനി ക്ലെയിം അഗെയിൻസ്റ്റ് ദ സെൻട്രൽ സൊസൈറ്റി. സെൻട്രൽ സൊസൈറ്റിക്കെതിരെ യാതൊരുവിധ ക്ലെയിമും അവകാശവാദവും ഉണ്ടായിരിക്കുന്നതല്ല. ഏതുമായിട്ട് ബന്ധപ്പെട്ട്? ഇൻ റെസ്പെക്ട് ഓഫ് ലോസ് അറൈസിംഗ് ഫ്രം സച്ച് പർച്ചേസ്. ആ പ്രൈമറി സൊസൈറ്റിയുടെ ഷെയർ വാങ്ങിയത് കൊണ്ട് എന്ത് നഷ്ടമാണോ അപ്പെക്സ് സൊസൈറ്റിക്ക് ഉണ്ടായത് ആ നഷ്ടത്തിൽ നിന്നും സെൻട്രൽ സൊസൈറ്റി ആര് സേവ് ചെയ്യും? അപ്പെക്സ് സൊസൈറ്റി സേവ് ചെയ്യും. ഓക്കെ, അപ്പൊ അപ്പെക്സ് സൊസൈറ്റിയുടെ നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? ഗവൺമെന്റ്. സെൻട്രൽ സൊസൈറ്റിക്ക് ആ ഷെയർ വാങ്ങിയതുകൊണ്ടുണ്ടായ നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? അപ്പെക്സ് സൊസൈറ്റി ഏറ്റെടുക്കും. അല്ലാതെ ഇവർ അതിനെക്കുറിച്ച് വറിയിടാവേണ്ട കാര്യമില്ല. ആര്? അപ്പെക്സ് സൊസൈറ്റി ആയിക്കോട്ടെ സെൻട്രൽ സൊസൈറ്റി ആയിക്കോട്ടെ, ആ നഷ്ടത്തിൽ നിന്നും ഗവൺമെന്റ് അപ്പെക്സ് സൊസൈറ്റിയെയും ദെൻ അപ്പെക്സ് സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റി എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യും, സേവ് ചെയ്യും. അതാണ് സെക്ഷൻ 49 പറയുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണ് പറഞ്ഞത്? But the Apex Society shall be entitled to any monies received by the Central Society in liquidation proceedings or on dissolution, as the case may be, and such money shall be credited to Principal State Partnership Fund. Okay, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ.
അപ്പെക്സ് സൊസൈറ്റി ഷെയർ വാങ്ങി. ഏതൊരു സംഘത്തിന്റെ ഷെയർ ആണോ വാങ്ങിയത് ആ സംഘം അടച്ചുപൂട്ടി. അടച്ചുപൂട്ടുന്ന സമയത്ത് ആ വാങ്ങിയ ഷെയറിന്മേൽ എന്തെങ്കിലും ഒരു റിട്ടേൺ കിട്ടിയാൽ, എന്തെങ്കിലും ഒരു ബാക്കി കിട്ടിയാൽ അതൊരിക്കലും അപ്പെക്സ് സൊസൈറ്റി എടുക്കാൻ പാടില്ല. സിമിലർ ആയിട്ട് അത് എന്ത് ചെയ്യാൻ പാടില്ല? സെൻട്രൽ സൊസൈറ്റി എടുക്കാൻ പാടില്ല. വൈൻഡിങ് അപ്പ് നടക്കുന്ന സമയത്ത് ആ ഷെയർ വാങ്ങിയതിന്മേൽ കിട്ടുന്ന മിച്ചം എത്ര ആയിക്കോട്ടെ അതൊരു കാരണവശാലും അപ്പെക്സ് സൊസൈറ്റി എടുക്കാൻ പാടില്ല. അതേപോലെ സെൻട്രൽ സൊസൈറ്റി എടുക്കാൻ പാടില്ല. അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിൽ ആർക്ക് റീപേ ചെയ്യണം? ഗവൺമെന്റിന് തിരിച്ചു കൊടുക്കണം. ഓക്കെ, അതാ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പെക്സ് സൊസൈറ്റി എന്ത് ചെയ്യണം? ക്രെഡിറ്റഡ് ടു ദ പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് റീപേ ടു ദ ഗവൺമെന്റ് ആണ്. ദെൻ അതേപോലെ സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലാണ് തുക വരുന്നത്, അത് പിന്നീട് പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. അല്ലാതെ ഇവരുടെ നഷ്ടത്തിൽ നിന്നും, ഇവരുണ്ടാക്കിയ നഷ്ടത്തിൽ നിന്ന് ഇവരെ ഗവൺമെന്റും അതുപോലെ തന്നെ അപ്പെക്സ് സൊസൈറ്റിയും പ്രൊട്ടക്ട് ചെയ്തു. അത് ഓക്കെയാണ്, അത് ശരിയാണ്. പക്ഷേ അതിന്മേൽ കിട്ടുന്ന റിട്ടേൺ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന്മേൽ കിട്ടുന്ന ബാക്കി എന്തായിക്കോട്ടെ അത് അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിൽ ആർക്ക് തിരിച്ചു കൊടുക്കണം? ഗവൺമെന്റിന് തിരിച്ചു കൊടുക്കണം. സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ ആർക്ക് തിരിച്ചു കൊടുക്കണം? അത് അപ്പെക്സ് സൊസൈറ്റിക്ക് തിരിച്ചു കൊടുക്കണം. അല്ലാതെ അവർ ഒരു കാരണവശാലും ആ തുക എടുത്ത് തന്റേതാണെന്ന് കരുതി ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ സെക്ഷൻ 49-ൽ. ഓക്കെ, അപ്പം അപ്പെക്സ് സൊസൈറ്റി ഷെയർ വാങ്ങിയ സംഘം വൈൻഡപ്പ് ചെയ്താലും സെൻട്രൽ സൊസൈറ്റി ഷെയർ വാങ്ങിയ സംഘം വൈൻഡപ്പ് ചെയ്താലും അത്തരത്തിൽ ഷെയർ വാങ്ങിയത് കൊണ്ടുണ്ടായ നഷ്ടത്തിൽ നിന്നും അപ്പെക്സ് സൊസൈറ്റിയെ ഗവൺമെന്റും സെൻട്രൽ സൊസൈറ്റിയെ അപ്പെക്സും സേവ് ചെയ്യും, ഇൻഡംനിഫൈ ചെയ്യും എന്നാണ് സെക്ഷൻ 49-ൽ പറയുന്നത്. ഓക്കെ, അടുത്ത സെക്ഷൻ ഏതാണ്? സെക്ഷൻ 50 ആണ്. സെക്ഷൻ 50 ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് എക്സെട്ര. എന്താണ്? ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് എക്സെട്ര. സെക്ഷൻ 50 അതിൽ പറയുന്നുണ്ട് all monies received by an apex society in respect of shares of other society purchased from the monies in the principal state partnership fund on redemption of such share. ആ ഷെയർ റീപേ ചെയ്യുമ്പോൾ, റിഡംഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ടു റീപേ എന്നാണ്. റീപേ ചെയ്യുമ്പോൾ ഓർ ബൈ വേ ഓഫ് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടിയാലോ ഓർ അതർവൈസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ റിട്ടേൺ കിട്ടിയാലോ ഷാൾ ബി ക്രെഡിറ്റഡ് ടു ദാറ്റ് ഫണ്ട്. ഏത് ഫണ്ട്? പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഷെയർ റിഡീം ചെയ്താലോ ഡിവിഡൻഡ് കിട്ടിയാലോ മറ്റേതെങ്കിലും രീതിയിൽ റിട്ടേൺ വന്നാലോ അപ്പെക്സ് സൊസൈറ്റി എന്ത് ചെയ്യണം? പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലെ തുക കൊണ്ടാണ് വാങ്ങിയതെങ്കിൽ ആ തുക ആ ഫണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഏത് സൊസൈറ്റി? അപ്പെക്സ് സൊസൈറ്റി. ഇതാണ് സെക്ഷൻ 50-ൽ പറയുന്നത്. ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് കിട്ടുമ്പോഴോ ഷെയർ ക്യാപിറ്റൽ റിഡീം ചെയ്യുമ്പോഴോ മറ്റേതെങ്കിലും രീതിയിൽ റിട്ടേൺ കിട്ടുകയാണെങ്കിൽ അപ്പെക്സ് സൊസൈറ്റി പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലെ തുക കൊണ്ടാണ് ഷെയർ വാങ്ങിയതെങ്കിൽ, അതിന്മേലാണ് ഡിവിഡൻഡ് കിട്ടുന്നതെങ്കിൽ, അതിന്മേലാണ് ഷെയർ റിഡീം ചെയ്യുന്നതെങ്കിൽ അതിൽ കിട്ടുന്ന തുക എന്തായിക്കോട്ടെ ടു ബി ക്രെഡിറ്റഡ് ടു ഏത് ഫണ്ടാണ്? പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കണം. അത് പിന്നീട് എങ്ങോട്ട് പോകും? ഗവൺമെന്റിലേക്ക് പോകും. സിമിലർ ആയിട്ട് അതേപോലെ തന്നെ all monies received by a central society, all monies received by a central society in respect of shares of primary society purchased from the monies in the subsidiary state partnership fund. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലെ തുക കൊണ്ട് സെൻട്രൽ സൊസൈറ്റി ഷെയർ വാങ്ങി ആ ഷെയർ റിഡീം ചെയ്യുമ്പോഴോ ആ ഷെയറിന്മേൽ ഡിവിഡൻഡ് കിട്ടുമ്പോഴോ മറ്റേതെങ്കിലും രീതിയിൽ ഒരു പ്രതിഫലം കിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ എവിടുന്ന്? പ്രൈമറി സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയാൽ ആ കിട്ടുന്ന ക്രെഡിറ്റ് അല്ല ആ കിട്ടുന്ന റിട്ടേൺ എന്തായിക്കോട്ടെ, വെദർ ഇറ്റ് വാസ് റിഡംഷൻ ഓർ ഡിവിഡൻഡ് ഓർ അതർ ഐറ്റംസ് ഏതായിക്കോട്ടെ, ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഏത് ഫണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം? സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതൊരിക്കലും ഇവരുടേതല്ല. അത് പിന്നീട് സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ എങ്ങോട്ട് കൊടുക്കണം? അപ്പെക്സിലേക്ക് കൊടുക്കണം. അപ്പെക്സ് ആണെങ്കിൽ എങ്ങോട്ട് കൊടുക്കണം? ഗവൺമെന്റിലേക്ക് കൊടുക്കണം. ഇതാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ 50-ൽ പറയുന്നത്. ഓക്കെ, ദെൻ അതില് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് 50-ല്. 50-5 ആ 55 എന്ന് പറയുന്നത് സെക്ഷൻ 55 അത് ഇമ്പോർട്ടന്റ് ആണ്. ഓൾ എമൗണ്ട് ടു ദ ക്രെഡിറ്റ് ഓഫ് പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓർ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് ദി ഇൻവെസ്റ്റ്മെന്റ് ദെയർ ഓഫ്. അതായത് ഈ പറഞ്ഞ പോലെ എന്ത് തുക? പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലെ തുകയോ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലെ തുകയോ അല്ലെങ്കിൽ ഇത് ഇൻവെസ്റ്റ്മെന്റ് ഇതിന്റെ നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ അതോ shall not form part of the assets or liability of the apex society. ഇത് അവരുടെ അപ്പെക്സ് സൊസൈറ്റിയുടെ അസറ്റിന്റെ ഭാഗവുമല്ല
അതുപോലെ തന്നെ അപ്പെക്സ് സൊസൈറ്റിയുടെ എന്തുമല്ല, ലയബിലിറ്റി അല്ല. സിമിലർ ആയിട്ട് തന്നെയാണ് സെൻട്രൽ സൊസൈറ്റിയുടെ കേസിൽ ഇങ്ങനെ തന്നെയാണ്. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ കിട്ടിയിട്ടുള്ള തുക അതും അവരുടെ എന്തല്ല, ആ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലെ തുകയും സെൻട്രൽ സൊസൈറ്റിയുടെ എന്തല്ല, അസറ്റും അല്ല, ലയബിലിറ്റി അല്ല. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്താണ് പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് എന്താണ് പറഞ്ഞത്? The balance sheet of any such society shall separately show the amount to the credit of principal state partnership fund and subsidiary state partnership fund to the investment thereof as the case may be. അവരുടെ ബാലൻസ് ഷീറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. ഷാൾ ഷോൺ സെപ്പറേറ്റ്ലി എന്താണ്, the amount to the credit of PSPF and SSPF. പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലെ തുക എത്ര എമൗണ്ട് ഉണ്ട് എന്നും അതേപോലെ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ എത്ര തുകയാണ് ഉള്ളത് എന്നും കൃത്യമായിട്ട് അവരുടെ ബാലൻസ് ഷീറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. അല്ലാതെ ഇവരുടെ ബാലൻസ് ഷീറ്റിൽ വരുന്ന ലയബിലിറ്റി അല്ല, അസറ്റും അല്ല എന്നെവിടെയാ പറയുന്നത്? ഏത് സെക്ഷനാ പറയുന്നത്? സെക്ഷൻ 50 സബ്സെക്ഷൻ 5. ഓക്കെ, ദെൻ അടുത്തത് സെക്ഷൻ 51. സെക്ഷൻ 51 ഡിസ്പോസൽ ഓഫ് പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പഠിച്ചത് ഏതാണ്? ഇവര് ഷെയർ വാങ്ങിയ സംഘം വൈൻഡ് അപ്പ് ചെയ്യുന്ന കേസ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇവിടെ അതല്ല പറയുന്നത്. 51 പറയുന്നത് ഈ ഫണ്ട് ക്രിയേറ്റ് ചെയ്ത അപ്പെക്സ് സൊസൈറ്റിയും അതേപോലെ സെൻട്രൽ സൊസൈറ്റി എന്ത് ചെയ്യുവാണ്? വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇവര് തന്നെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഫണ്ട് എന്ത് ചെയ്യണം? അതാണ് സെക്ഷൻ 51 പറയുന്നത്. എന്താ പറഞ്ഞത്? If an apex society which has established a principal state partnership fund is dissolved. അപ്പെക്സ് സൊസൈറ്റി, അതായത് പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്ത അപ്പെക്സ് സൊസൈറ്റി തന്നെ ഡിസോൾവ് ആയി പോയാൽ എന്താണ് പറഞ്ഞത്? ഓൾ മണീസ് ടു ദ ക്രെഡിറ്റർ പേയബിൾ ടു ദാറ്റ് ഫണ്ട് ഷാൾ ബി പെയ്ഡ് ടു ദ ഗവൺമെന്റ്. ആ ഫണ്ടിൽ അവശേഷിക്കുന്ന തുക എന്താണോ അത് എങ്ങോട്ട് പേ ചെയ്യണം? ഗവൺമെന്റിലേക്ക് കൊടുക്കണം. അപ്പെക്സ് സൊസൈറ്റി ആണ് വൈൻഡ് അപ്പ് ചെയ്യുന്നതെങ്കിൽ PSPF ഉള്ള തുക എന്ത് ചെയ്യണം? പേ ടു ദ ഗവൺമെന്റ്, ഗവൺമെന്റിലേക്ക് അടക്കണം. അതേപോലെ സെൻട്രൽ സൊസൈറ്റി ആണ് വൈൻഡ് അപ്പ് ചെയ്യുന്നതെങ്കിലോ സെൻട്രൽ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുന്നത് എന്ത് ചെയ്യണം? ഓൾ മണീസ് ടു ദ ക്രെഡിറ്റർ പേയബിൾ ടു ദാറ്റ് ഫണ്ട് ഷാൾ ബി ക്രെഡിറ്റഡ് ഓർ പെയ്ഡ് ആസ് ദ കേസ് മേ ബി ടു ദ പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഫ്രം വിച്ച് ഈസ് റിസീവ്ഡ്. എന്താണ് പറഞ്ഞത്? സെൻട്രൽ സൊസൈറ്റി ആണ് വൈൻഡ് അപ്പ് ചെയ്യുന്നതെങ്കിൽ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ അവശേഷിക്കുന്ന തുക എന്താണോ അത് എങ്ങോട്ട് കൊടുക്കണം? പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് കൊടുക്കണം. കാര്യം PSPF നിന്നാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നാണ് ഏത് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പണം കൊടുത്തത്? സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അപ്പം ഈ ഫണ്ട് ക്രിയേറ്റ് ചെയ്ത അപ്പെക്സ് സൊസൈറ്റിയോ സെൻട്രൽ സൊസൈറ്റിയോ വൈൻഡ് അപ്പ് ചെയ്താൽ ഈ ഫണ്ട് ഈ രീതിയിൽ വേണം വിനിയോഗിക്കാൻ. അപ്പെക്സ് സൊസൈറ്റിയാണ് വൈൻഡ് അപ്പ് ചെയ്യുന്നതെങ്കിൽ പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലെ തുക എങ്ങോട്ട് കൊടുക്കണം? ഗവൺമെന്റിന് കൊടുക്കണം. സെൻട്രൽ സൊസൈറ്റിയാണ് വൈൻഡ് അപ്പ് ചെയ്യുന്നതെങ്കിൽ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ തുക എങ്ങോട്ട് കൊടുക്കണം? പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് കൊടുക്കണം. അല്ലാതെ എടുത്ത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രയോഗിക്കാൻ പാടില്ല. ഇതാണ് ഈ സെക്ഷൻ 51. അടുത്ത് പറയുന്നത് സെക്ഷൻ 52. എന്താ സെക്ഷൻ 52? എഗ്രിമെന്റ് ബൈ ഗവൺമെന്റ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റി. എന്താണ്? എഗ്രിമെന്റ് ബൈ ഗവൺമെന്റ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റി ആണ്. സെക്ഷൻ ഏതാണ്? സെക്ഷൻ 52 പറയുന്നുണ്ട്. സെക്ഷൻ 52 the government may enter into agreement with an apex society. Government may enter into agreement with the apex society setting out terms and conditions on which it shall be provide monies to the apex society for the purpose specified in section 43. ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലെ തുക നൽകുന്നത് എന്നുള്ള ഒരു എഗ്രിമെന്റ്, ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആരൊക്കെ തമ്മിൽ എൻട്രി ചെയ്യും? ഗവൺമെന്റും അതേപോലെ അപ്പെക്സ് സൊസൈറ്റിയുമായിട്ട് ഒരു എഗ്രിമെന്റിൽ എൻട്രി ചെയ്യും. ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 52 പ്രകാരം. there should be an agreement between അപ്പെക്സ് സൊസൈറ്റി ആൻഡ് ഗവൺമെന്റ്. 52 സബ്സെക്ഷൻ 2 പറയുന്നുണ്ട്. അതേപോലെ അപ്പെക്സ് സൊസൈറ്റി ആരുമായിട്ട് എഗ്രിമെന്റിൽ എൻട്രി ചെയ്യും? സെൻട്രൽ സൊസൈറ്റിയുമായിട്ട് എഗ്രിമെന്റിൽ എൻട്രി ചെയ്യും. പറയുന്നുണ്ട് വിത്ത് ദ പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി അപ്പെക്സ് സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റിയുമായിട്ട് എന്ത് ചെയ്യും? എഗ്രിമെന്റിൽ എൻട്രി ചെയ്യും. എഗ്രിമെന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ടേംസ് ആൻഡ് കണ്ടീഷൻസ് റിഗാർഡിംഗ് ദി യൂട്ടിലൈസേഷൻ ഓഫ് ദിസ് ഫണ്ട് ആണ്. അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിൽ പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണം,
ദെൻ സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലെ തുക എങ്ങനെ വിനിയോഗിക്കണം, ആ ടേംസുകളും കണ്ടീഷൻസും ആണ് ഇവർ തമ്മിൽ എൻട്രി ചെയ്യുന്നത്, അല്ലാതെ മറ്റൊരു ടേംസും കണ്ടീഷനൊന്നും അല്ല. അത് പറയുന്ന സെക്ഷൻ ആണ് ഇത് സെക്ഷൻ 52. ഓക്കെ, എഗ്രിമെന്റ് ബൈ ഗവൺമെന്റ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റി, അത് സെക്ഷൻ 52 സബ്സെക്ഷൻ 1. ദെൻ എഗ്രിമെന്റ് ബൈ ആരാണ്, സെൻട്രൽ സൊസൈറ്റിയും അതേപോലെ തന്നെ അപ്പെക്സ് സൊസൈറ്റിയും വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ ഗവൺമെന്റ് ആണ്. അത് പറയുന്നത് എവിടെയാണ്, സെക്ഷൻ 52 സബ്സെക്ഷൻ 2 ഓക്കെ. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 53 ആണ്. എന്താണ് സെക്ഷൻ 53? എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റി ആണ്. എന്താണ് അതർ ഫോംസ്, നമ്മൾ ഇപ്പോ പറഞ്ഞ രണ്ടും അല്ല, ഇത് കൂടാതെ വരുന്ന മറ്റ് സഹായങ്ങൾ, ഗവൺമെന്റ് നൽകുന്ന സഹായങ്ങൾ ആർക്ക്, കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക്. അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. സെക്ഷൻ 53 അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് എന്തൊക്കെയാണ് നോക്കിക്കേ. 1, ഗീവ് ലോൺസ് ഓർ മേക്ക് അഡ്വാൻസസ് ടു സൊസൈറ്റി. ഗവൺമെന്റ് എന്ത് ചെയ്യും, സൊസൈറ്റിക്ക് ലോൺസുകളും അഡ്വാൻസുകളും കൊടുക്കും, ഒരു സഹായം. 2, ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ എ സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രത്യേകിച്ച് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന KCRDB, നേരത്തെ ഉണ്ടായിരുന്നാൽ ഇപ്പോഴും ഉണ്ട്, ആ KCRDB ഫ്ലോട്ട് ചെയ്യുന്ന ഡിബഞ്ചറുകളുടെ ഗ്യാരണ്ടി ഗവൺമെന്റ് ആയിരുന്നു. ഓക്കെ, അതായത് ആ ഡിബഞ്ചറിലൂടെ കളക്ട് ചെയ്ത തുക, അതിന്റെ പലിശ ഉൾപ്പെടെ ഡിബഞ്ചറിന് ഒരു കാലാവധി ഉണ്ട്, മെച്ചൂരിറ്റി പീരീഡ് ഉണ്ട്, അത് കഴിയുമ്പോൾ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ഗ്യാരണ്ടി നൽകുന്ന ആരായിരുന്നു, ഗവൺമെന്റ് ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. അതാണ് രണ്ടാമത്തെ സഹായം. മൂന്നാമത്തെ സഹായം എന്ന് പറയുന്നത് ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി ആൻഡ് ഡിവിഡന്റ്. ഓക്കെ, ഇവിടെ എന്താ, ഷെയർ ക്യാപിറ്റൽ റിട്ടേൺ ഉറപ്പുവരുത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഡിവിഡന്റും ആര്, ഗവൺമെന്റ്. അടുത്തത് ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസ്. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നബാർഡ് പോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അസിസ്റ്റൻസ് നൽകുന്നുണ്ടെങ്കിൽ ആ അസിസ്റ്റൻസിന്, ആ ലോണിനും ആ അഡ്വാൻസുകൾക്കും ഗ്യാരണ്ടി ആരാണ്, ഗവൺമെന്റാ. ആ കൊടുക്കുന്ന തുകയും അതിന്റെ പലിശ ഉൾപ്പെടെ തിരിച്ചു കൊടുക്കാവുന്ന ഗവൺമെന്റ് ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. ഓക്കെ, അതും കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകുന്ന ഗവൺമെന്റ് അസിസ്റ്റൻസ് ആണ്. ദെൻ അടുത്തത് ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് റിസീവ്ഡ് ബൈ ദ സൊസൈറ്റി ആൻഡ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സച്ച് ഡെപ്പോസിറ്റ്. കോപ്പറേറ്റീവ് സൊസൈറ്റി സ്വീകരിക്കുന്ന ഡെപ്പോസിറ്റുകൾക്കും അതിന്റെ പലിശക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ട്. നമുക്കറിയാം, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ബോർഡ് ഉണ്ട്, 2012 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആണ് അതിന്റെ ചെയർമാൻ. ഓക്കെ, അപ്പൊ അതിന്റെ 5 ലക്ഷം വരെയുള്ള ഡെപ്പോസിറ്റുകൾക്ക് ഈ ഒരു ബോർഡ് പ്രകാരം എന്ത് കൊടുക്കുന്നുണ്ട്, ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് മേഖലയിൽ നിക്ഷേപങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ട്, ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ട്. ഓക്കെ, അത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് എങ്കിൽ അവര് ഈ പറഞ്ഞ പോലെ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ബോർഡിൽ എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ, അവര് കൃത്യമായിട്ട് പ്രീമിയം തുക അടക്കുന്ന ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ അവർക്ക് എന്തുണ്ട്, അവരുടെ നിക്ഷേപങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് എന്തുണ്ട്, ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ട്. അതിപ്പോ കൂട്ടുമെന്ന് പറയുന്നുണ്ട്. 5 ലക്ഷം വരെ ഉള്ളൂ, എത്ര ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ 5 ലക്ഷം വരെ ഉള്ളൂ, പ്രിൻസിപ്പാൾ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് 5 ലക്ഷം. അപ്പൊ അതിനെന്തുണ്ട്, ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ട്, അതിന് ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിക്ഷേപങ്ങൾക്ക് ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ട് എന്ന് എപ്പോഴും നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത്, അതുകൊണ്ടാണ് ഈ ഒരു ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ ധാരാളം ആൾക്കാര് കോപ്പറേറ്റീവ് മേഖലയ്ക്ക് നിക്ഷേപം നടത്തുന്നുണ്ട്. ഇത്രയധികം പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടും നമുക്കറിയാലോ, കഴിഞ്ഞത് ഇപ്പൊ റീസെന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് 2024 കംപ്ലീറ്റ് ചെയ്തത് 44ാമത്തെ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ക്യാമ്പയിൻ ആണ്. 9,000 കോടിയായിരുന്നു ടാർഗറ്റ്. പ്രൈമറി സൊസൈറ്റികളും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും KCRDBക്കും കൂടെ എത്രയായിരുന്നു, 9,000 കോടിയായിരുന്നു ടാർഗറ്റ്. അതിനേക്കാൾ എത്രയോ അധികം തുകയാണ് ഡെപ്പോസിറ്റ് ആയിട്ട് കളക്ട് ചെയ്തത് ഈ മേഖല. അത്രയധികം ശക്തിയുള്ള, കേരളത്തില് അത്രയധികം ശക്തി ഉള്ള ഒരു മേഖലയാണ് ഏത്, ഈ കോപ്പറേറ്റീവ് സെക്ടർ. ഓക്കെ, ദെൻ അടുത്തത് ഗീവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻ എനി അതർ ഫോം ഇൻക്ലൂഡിംഗ് സബ്സിഡീസ്. സബ്സിഡി ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ആർക്ക് കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. സബ്സിഡി ഉൾപ്പെടെയുള്ള സഹായങ്ങൾ വളരെ കൺസെഷണൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലെ, അതുപോലെ തന്നെ എന്താ പറയാ, സബ്സിഡി എന്ന് പറയുന്ന രീതിയിൽ, അതായത് കുറച്ചു തുക അതിന്റെ പലിശ ഉൾപ്പെടെ തിരിച്ചടക്കണം, കുറച്ചു തുക ഒഴിവാക്കി കൊടുക്കുക, അങ്ങനെയുള്ള സബ്സിഡി സ്കീം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ആരെ സഹായിക്കുന്നുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സഹായിക്കുന്നുണ്ട്. ദെൻ അതേപോലെ മറ്റൊരു സെറ്റ് ഓഫ് എനി എമൗണ്ട് ഡ്യൂ ടു ദ ഗവൺമെന്റ്.
അതായത് മുൻപ് നൽകിയ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിൽ നിന്നും ഏതെങ്കിലും ഒരു തുക ഗവൺമെന്റിലേക്ക് ഏതെങ്കിലും ഒരു സംഘം നൽകാനുണ്ടെങ്കിൽ പുതിയ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗവൺമെന്റ് നൽകുമ്പോൾ മുൻപെടുത്ത സഹായവുമായിട്ട് അത് സെറ്റ് ഓഫ് ചെയ്യും, കമ്പൈൻ ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ മുമ്പ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഗവൺമെന്റ് സഹായം കൊടുത്തു 1 ലക്ഷം രൂപ. ആ 1 ലക്ഷം രൂപ സഹായം കൊടുത്തതില് ഒരു 50,000 രൂപ ഇനിയും തിരിച്ചടക്കാനുണ്ടെങ്കിൽ, ഇനിയും തിരിച്ചടക്കാനുള്ള സംഘം ഗവൺമെന്റിലേക്ക് എങ്കിൽ പുതിയ ഒരു അസിസ്റ്റൻസ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു 2 ലക്ഷം രൂപ. അപ്പൊ ഈ 2 ലക്ഷം രൂപ അസിസ്റ്റൻസ് ആയിട്ട് കൊടുക്കുന്ന വേളയിൽ മുമ്പ് നൽകാനുണ്ടായിരുന്ന 50,000 രൂപ പിടിച്ചിട്ട് ബാക്കി തുകയെ 1,50,000 രൂപ ആർക്ക് കൊടുക്കത്തുള്ളൂ? സംഘത്തിന് കൊടുക്കത്തുള്ളൂ. അങ്ങനെ വിളിക്കുന്ന പേര് സെറ്റ് ഓഫ് എന്നാ. സെറ്റ് ഓഫ് ചെയ്യുക, റൈറ്റ് ടു കമ്പൈൻ എന്ന് പറയും. പഴയതുമായിട്ട് തട്ടിക്കിഴിക്കുക നമ്മൾ പറയും. ഓക്കെ, അതിനുള്ള അധികാരം ആർക്കുണ്ട്? ഗവൺമെന്റിനുണ്ട്. അവിടെ പറയുന്നുണ്ട് എന്നിരുന്നാലും ആ സംഘത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ച്, ആ സംഘത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ച് ഈ സെറ്റ് ഓഫിൽ നിന്നും എന്ത് ചെയ്യാൻ? അവരെ ഒഴിവാക്കി കൊടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഗവൺമെന്റിനുണ്ട്. അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ മോശമാണെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യത്തില്ല. അപ്പൊ ആ ഒരു അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ അനുസരിച്ച്, ആ സംഘത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ പ്രൊവിഷനിൽ നിന്നും അവരെ ഒഴിവാക്കി കൊടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഗവൺമെന്റിനുണ്ട്. അപ്പൊ ഇതാണ് സെക്ഷൻ 53 പറയുന്നത്. അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ്: 1 സൊസൈറ്റികൾക്ക് ലോൺസ് അഡ്വാൻസ് കൊടുക്കുന്നു. 2 ഗ്യാരണ്ടി ആണ്. 1 ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി, ദെൻ 2 ഡിബഞ്ചറിന് ഗ്യാരണ്ടി, 3 ഷെയർ ക്യാപിറ്റൽ ഗ്യാരണ്ടി, 4 ലോൺസ് ആൻഡ് അഡ്വാൻസിന് ഗ്യാരണ്ടി. ഇത് കൂടാതെ സബ്സിഡി കൊടുക്കുന്നു. ദെൻ ഇതേപോലെ സെറ്റ് ഓഫ് എന്താണ് സെറ്റ് ഓഫ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെറ്റ് ഓഫിനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും കോപ്പറേറ്റീവ് സൊസൈറ്റിയെ അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ അനുസരിച്ച് അവരെ എക്സംപ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരവും ആർക്കുണ്ട്? ഗവൺമെന്റിനുണ്ട്. ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 53 പ്രകാരം. ഓക്കെ, അടുത്തെടുക്കുന്ന സെക്ഷൻ 54 ആണ്. ലാസ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ 54. എന്താ സെക്ഷൻ 54 പറയുന്നത്? സെക്ഷൻ 54 പറയുന്നത് ഇതാണ്. എന്താണ്? പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 43 to 52 ഓവർറൈഡ് അതർ ലോസ്. എന്താണ് പറഞ്ഞത്? പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 43 to 52 ഓവർറൈഡ് അതർ ലോസ് എന്നാണ്. പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 43 to 52 ഓവർറൈഡ് അതർ ലോസ്. എന്താണ് ഇതിൽ പറയുന്നത്? ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 43 to 52, ഓർത്തു 43 to 52 shall have effect notwithstanding anything inconsistent therewith contained in any other law for the time being in force. ഇപ്പോൾ നിലവിലുള്ള മറ്റേതെങ്കിലും നിയമങ്ങളിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും സെക്ഷൻ 43 മുതൽ 52 വരെ പറയുന്ന കാര്യങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? എഫക്ട്സ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ മറ്റു നിയമങ്ങളിൽ പറയുന്നതിന് മുകളിലായിരിക്കും ഈ സെക്ഷൻ 43 മുതൽ 52 വരെ പറയുന്ന കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ്, ലീഗൽ എഫക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മറ്റു നിയമങ്ങളിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ഈ പറഞ്ഞ സെക്ഷൻ 43 മുതൽ 52 വരെ പറയുന്ന വ്യവസ്ഥകൾ അതിന് മുകളിലായിരിക്കും. മറ്റു നിയമങ്ങളിൽ പറയുന്നതിന് മുകളിലായിരിക്കും അതിന്റെ സ്ഥാനം, അതിന്റെ എഫക്ട്സ്, ലീഗൽ എഫക്ട്സ് എന്ന് പറയുന്നത്. ഇതാണ് ഈ സെക്ഷൻ എന്ന് പറയുന്നത്, സെക്ഷൻ 54. ഓക്കെ, അപ്പൊ സെക്ഷൻ 42 മുതൽ 54 വരെയുള്ള ഏരിയ ആണ് ഏതെന്ന് പറയുന്നത്? സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിൽ സെക്ഷൻ 42 ഡയറക്റ്റ് പാർട്ണർഷിപ്പ്, 43 ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ്, 44 പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഉണ്ട്, 45 സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഉണ്ട്, 46 അപ്രൂവൽ ഓഫ് ഗവൺമെന്റ് ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർസ്, 47 ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർസ്, 48 റെസ്ട്രിക്ഷൻ ഓൺ എമൗണ്ട് ഓഫ് ഡിവിഡന്റ്, 49 ഇൻഡെംനിറ്റി ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി, 50 ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡന്റ് എക്സെട്ര, 51 എന്താണ്? ഡിസ്പോസൽ ഓഫ് PSPF ആൻഡ് SSPF, 52 എഗ്രിമെന്റ് ബൈ ഗവൺമെന്റ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റി, 53 അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ്, 54 പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 43 to 52 ഓവർറൈഡ് അതർ ലോസ്. ഓക്കെ, നമ്മൾ പൊതുവെ മിക്കവരും ഈ പറഞ്ഞൊരു ഏരിയ പൊതുവെ ഇഗ്നോർ ചെയ്യുന്നതാണ്. കാര്യം നമ്മൾ 44 പഠിക്കും, 45 പഠിക്കും. അതിന് വരുന്ന ഏരിയ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. സോ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസ്സുകൾ കേൾക്കുക, സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ക്ലാസ് എത്തിക്കുക. ഓക്കെ, താങ്ക് യു.